ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിയറി ഓഫ് വിർച്വൽ എത്തിക്സിനെ പറ്റിയിട്ടാണ്. അതായത് സ്വഭാവ ഗുണങ്ങൾ എന്നൊക്കെ പറയാം നമുക്ക് വിർച്വൽ എത്തിക്സിനെ എന്ന് പറയുന്നത്. ഇതിൻ്റെ വിർച്വൽ എത്തിക്സിന് പറയാനേക്കാൾ മുമ്പ് ഇതിൻ്റെ ഫാദറിന് ഉദാഹരണമാണ് നമ്മുടെ വിർച്വൽ എത്തിക്സിൻ്റെ ഫാദർ അരിസ്റ്റോട്ടിൽ. മോസ്റ്റ് വിർച്വൽ എത്തിക്സ് തിയറീസും ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ നിന്നാണ് ഇൻസ്പിറേഷൻ, അതായത് അരിസ്റ്റോട്ടലിൻ്റെ ഇൻസ്പിറേഷനിലൂടെയാണ് ഓരോ കാര്യങ്ങളും വെക്കുന്നത്. ഹു ഡിക്ലെയർ ദ വേറ്റഡ് പേഴ്സൺ സമൺ ഹു ഹാസ് ഐഡിയൽ ക്യാരക്ടർ ട്രേറ്റ്സ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ദ ഗുഡ് ലൈഫ് ഈസ് പോസിബിൾ ഓൺലി ഫോർ പീപ്പിൾ പൊസസിങ് ദ ട്രേറ്റ് ഗുഡ് ക്യാരക്ടർ ദാറ്റ് വി കോൾ ദ വിർച്വസ്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്, ഒരു നല്ലൊരു ക്യാരക്ടറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ പോലെ അരിസ്റ്റോട്ടലിൽ ഇതിൽ പറഞ്ഞതാണ് നമ്മൾ ആ ക്യാരക്ടറിനെ, ഒരു ഗുഡ് ക്യാരക്ടറിനെ വിളിക്കുന്നതാണ് എന്തെന്നാണത് വിർച്യൂസ് എന്നാണത്. പിന്നെ അരിസ്റ്റോട്ടിൽ ഹയസ്റ്റ് വിർച്യു അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഇൻ്റലിജൻറ്റ് തോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് വിർച്യു എന്ന് പറഞ്ഞത്. അരിസ്റ്റോട്ടിൽ പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട് ഓൺ എത്തിക്സ് 350 BC ആൻഡ് ഡെഡിക്കേറ്റഡ് ടു സൺ നിക്കോമാഷ്യസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് 350 BC അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ എത്തിക്സിനെ പറയണതാണ് നിക്കോമാഷ്യൻ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ അരിസ്റ്റോട്ടലിൽ പറഞ്ഞത്, എന്താണ് വിർച്വൽ എത്തിക്സ് എന്ന് പറയുന്നത്? തിയറി ഹോൾഡ് എത്തിക്കൽ വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ. ഇറ്റ്സ് ഡിറ്റർമൈൻഡ്. ഓരോ വ്യക്തികളുടെയും അവരുടെ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് പറയുന്നതാണ് വിർച്വൽ എത്തിക്സ് എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിർച്യൂസ് ഗുണങ്ങളാവാം. ഇൻസിനേഷൻസ് എന്ന് പറയുന്നത് താല്പര്യം ആൻഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതാണ് എത്തിക്കലി അവരവരുടെ എത്തിക്കലായിട്ട് പെരുമാറുന്നത്. അത് ഇതിൽ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന ഒരു ഇതിനെ പറയണതാണ് എന്തെന്ന് വിർച്വൽ ക്യാരക്ടർ എന്ന് പറഞ്ഞത്. It's about the theory emphasize the role of character in virtue morally philosophy rather than doing one's duty or acting in order to bring about good consequences. നല്ല രീതിയിൽ നല്ല പെരുമാറാൻ നല്ല കഴിവ് ഉണ്ടാവുന്നതാണ് എന്തെന്നുള്ളത്. നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുക, നല്ല രീതിയിൽ നല്ല ക്യാരക്ടർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാവണതിനെ പറയുന്നതാണ് എന്തെന്നാണ് വിർച്വൽ എത്തിക്സ് എന്ന് പറയുന്നത്. പിന്നെ for example, virtuous person is someone who is kind across many situations over a lifetime because that her character are not because she wants to maximize utility to gain favor or simply to her duty. The word virtue has interpreted differently by many philosophers. പല ഫിലോസഫീസും വെർച്യുവിനെ പറ്റി പലതാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ വെർച്യു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർച്യൂസിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റി, സത്യസന്ധത, ലോയാലിറ്റി, വിശ്വസ്തത, ഡ്യൂട്ടി, പേഷ്യൻസ്, ടെമ്പറേച്ചർ എത്രയാണ്. ഹോണസ്റ്റി എന്ന് പറയുന്ന കാര്യമാണ് ഒരു പേഴ്സൻ്റെ വിർച്യു, അതായത് സത്യസന്ധത ആണ് ഒരു പേഴ്സൻ്റെ വിർച്യു എന്ന് പറയുന്നു. പക്ഷേ എന്താ പറയുക, വി കാൺട്ട് കോൾ എ പേഴ്സൺ ഹോണസ്റ്റ് ഹൂ സ്പീക്സ് ദ ട്രൂത്ത് ഓൺലി വൺസ്. ഒരാൾ എപ്പോഴെങ്കിലും ഒരു വട്ടം സത്യസന്ധമായിട്ട് ആൻസർ പറഞ്ഞോന്ന് വെച്ചിട്ട് അവരെ ഒരിക്കലും വിർച്വൽ എന്ന് പറയാൻ പറ്റില്ല. അവർ കോമൺ ആയിട്ട് സംസാരിക്കുന്നത് ട്രൂത്തും അല്ലെങ്കിൽ സത്യസന്ധനാണെങ്കിലാണ് അതിനെ വിർച്വൽ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും സത്യം പറഞ്ഞു പിന്നെ വായെടുത്ത നുണ പറയണവരെയൊന്നും നമ്മൾ വിർച്വലായിട്ട് കൺസിഡർ ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, അപ്പോൾ എന്താണ് വിർച്വൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധത, അതായത് നല്ലൊരു മനുഷ്യനെ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഡിസൻസിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പറയുന്നതാണ് വിർച്വൽ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മളിനി വിർച്യുവിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിക്കോമാച്ചൻ എത്തിക്സ് എന്താണ് എന്ന് നമ്മൾക്ക് ഇനി അതാണ് ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് വണ്ണാണ് കറേജ്. കറേജ് എന്ന് പറഞ്ഞത് മനോബലം എന്ന് പറയും അല്ലേ. ദ മിഡ് പോയിൻറ്റ് ബിറ്റ്വീൻ കോവർഡൻസ് ആൻഡ് വൈൽഡ്നെസ്, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും
നടുക്കിലാണ് എന്തെന്ന് പറഞ്ഞത് മനോബലം. ദ കറേജ് പേഴ്സൺ ഈസ് അവെയർ ഓഫ് ഡേഞ്ചർ ബട്ട് ഗോസ് ഇൻ എനി വേസ്. ഒരു വട്ടം ഒരു എന്താ പറയുക, നമ്മളത് പറയില്ലേ മനോബലം എന്ന് പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്താ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക, നമുക്കൊരു മനോബലം ഉണ്ടാവും, ഒരു ധൈര്യം ഉണ്ടാവും. അതാണ് കറേജ് എന്ന് പറയുന്നത്. ടെമ്പറൻസ് എന്ന് പറയുന്നത് ആത്മസമീപനം. ദ വിർച്യു ബിറ്റ്വീൻ ഓവർ എഗ്നൽസ് ആൻഡ് ഇൻസെൻറ്റിവിറ്റി, നിർവികാരം എന്ന് പറയും. അതിൻ്റെ നടുക്കിലാണ് വിർച്യു എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ പറയുന്ന വ്യൂഡ് ദ പേഴ്സൺ ഹൂ നെവർ ഡ്രിങ്ക്സ് ജസ്റ്റ് ഹാർഷ്ലി ഹാസ് വൺ ഓഫ് ഹൂ ഡ്രിങ്ക്സ് ടു മച്ച്. ഒരിക്കലും മദ്യപിക്കാത്ത വ്യക്തിയെ അമിതമായി മദ്യപിക്കാൻ പോലെ കഠിനമായി കാണുമോ. അതുപോലെ ഒരിക്കലെങ്കിലും മദ്യപിക്കാത്ത വ്യക്തിയെ അമിതമായി മദ്യപിക്കുന്നവനെ പോലെ കഠിനമായി കാണുമോ എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ ചോദിക്കുന്നത്. ലിബറലിറ്റി എന്ന് പറയുന്നത് എന്താ, ഉദാരത. ദ വിർച്യു ഓഫ് ചാരിറ്റി ദിസ് ഗോൾഡൻ മീൻ ബിറ്റ്വീൻ മിസ്ലൈൻസ് ആൻഡ് ഗിവിങ് മോർ ദാൻ യു ക്യാൻ അഫോർഡ്. അതായത് ഉദാരത എന്നൊക്കെ പറയില്ലേ, അതാണ് എന്തെന്ന് പറഞ്ഞത് ലിബറലിറ്റി എന്ന് പറഞ്ഞത്. മാഗ്നിഫിക്കൻസ് എന്നാണ് വിർച്യു ലിവിങ് ഇൻ എക്സ്ട്രാവജനിറ്റി. ഇറ്റ് റെസ്റ്റ് ബിറ്റ്വീൻ സ്ട്രിക്ട്നെസ് ആൻഡ് വൾഗാരിറ്റി. ആൾസോ സീ നോ റീസൺ ടു അസെറ്റിക് ബട്ട് വാൺസ് അഗെയിൻസ്റ്റ് ബീയിങ് ഫ്ലാഷ്ലി. അപ്പം മാഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത് സ്റ്റിക്നെസ് എന്ന് പറഞ്ഞത് മോശമായിട്ട് എന്താ പറയുക, മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ വൾഗാറിറ്റി എന്ന് പറഞ്ഞത് എന്താ, വൾഗറായിട്ട് ഏറ്റവും വൾഗറായിട്ട് എന്നൊക്കെ ചെയ്യുക. അപ്പം അതിൻ്റെ നടുക്കിലാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ വിർച്യു എന്നാണ് മാഗ്നിഫിക്കൻസിൽ പറയണത്. മാഗ്നിമിറ്റി എന്ന് പറഞ്ഞത് ദ വിർച്യു റിലേറ്റിംഗ് ടു പ്രൈഡ്. അതായത് പ്രൈഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗിവിങ് യുവർ ഇനഫ് ക്രെഡിറ്റ്, നമുക്ക് സ്വന്തമായിട്ട് ഭയങ്കര ക്രെഡിറ്റ് കാര്യങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ വ്യാമോഹം കാര്യങ്ങൾ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡെലീഷ്യസ് എന്ന് പറഞ്ഞത്, ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞത് ഓഫ് ഗ്രാൻഡ്യോ എന്ന് പറഞ്ഞത് നമുക്ക് അതിനുള്ള വ്യാമോഹം കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. അതിന് നടുക്കിലാണ് എന്തെന്നാണ് വിർച്യു എന്ന് പറയുന്നത്. പിന്നെ പേഷ്യൻസ് എന്ന് പറഞ്ഞത് വിർച്യു കൺട്രോൾ ചെയ്യുന്നത് പേഷ്യൻസിനെ അതായത് നമ്മുടെ ടെമ്പർ ദേഷ്യ കാര്യങ്ങളിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പർ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി. പേഷ്യൻറ്റ് പേഴ്സണായിട്ട് ഗെറ്റ് ടു ആംഗ്രി ഓർ നോട്ട് ഫെയിൽ ടു ഗെറ്റ് ആംഗ്രി വെൻ ദേ ഷുഡ്. അധികം ചൂടാവാണ്ട് നമ്മൾ സമാധാനമായിട്ട് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് പേഷ്യൻ്റ്. അപ്പോൾ വിർച്യു എന്നതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, പേഷ്യൻസിന് ക്ഷമയെ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് വിർച്യുവിൻ്റെ ഹോണസ്റ്റി, സത്യസന്ധത. ആക്ച്വലി പ്ലേസ് ബിറ്റ്വീൻ വൈസ് ആൻഡ് ഹാബിച്വൽ ലൈങ് ആൻഡ് ബീയിങ് എ ടാറ്റ്ഫുൾ ഓർ ബൂസ്റ്റ്ഫുൾ. അതായത് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ സത്യസന്ധതയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. വിറ്റ്നസ് എ മിഡ് പോയിൻറ്റ് ബിറ്റ്വീൻ ബുഫ്നോറി ആൻഡ് പുറിഷ്നെസ്. ദിസ് ഈസ് എ വിർച്യു ഓഫ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. വിറ്റ്നസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബഫൂണറി ആൻഡ് പുറിഷ്നെസ് എന്ന് പറയുന്നത് കോമാളിത്വം അതുപോലെ മര്യാദയില്ലായ്മയിലെ നടുക്കിലാണ് എന്തെന്നാണ് വിളിച്ചു. ഇതൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ഹ്യൂമറായിട്ടുള്ളൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് കളിയാക്കിയിട്ട് പുറിഷ്നെസ് മര്യാദ ഇല്ലാണ്ട് പെരുമാറുക, എന്നിട്ട് കളിയാക്കുക, അങ്ങനത്തെ രീതിയിലല്ലാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയും ചെയ്യുക, അല്ലാണ്ട് ഒരു നല്ല രീതിയിൽ സ്റ്റാൻഡേർഡിൽ ക്യാരക്ടർ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഫ്രണ്ട് ലൈനേഴ്സ് എന്ന് പറയുന്നത് മൈറ്റ് നോട്ട് ബി സീക്ക് എ മോക്കൽ വിർച്യു. അരിസ്റ്റോട്ടിൽ ക്ലെയിം ഫ്രണ്ട്ഷിപ്പ് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ലൈഫ്. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക ലൈഫ് ലോങ് തന്നെ വേണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പക്ഷേ ദ ലൈഫ് ബിറ്റ്വീൻ നോട്ട് ബീങ് ഫ്രണ്ട്ലി അറ്റ് ഓൾ ആൻഡ് ബീങ് ഫ്രണ്ട്ലി ടുവേർഡ്സ്. കുറച്ച് പേരോട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ വെക്കാണ്ട് ഒരുപാട് പേരോട് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങൾ വെക്കണം എന്നാണ് ഫ്രണ്ട് ലൈൻസ് എന്നോട് പറയുന്നത്. ഷെയിം എന്ന് പറഞ്ഞത് ചില ആൾക്കാർ കുറച്ച് എന്താ പറയുക ഷൈ ആയിട്ട് നിൽക്കും, ചിലവർ ഷൈ അല്ലാണ്ട് നിൽക്കും. അതിന് മിഡിൽ പോയിന്റിലാണ് നമ്മുടെ വിർച്യു എന്നതാണ്. ദ പേഴ്സൺ ഹു ഹാവ് റൈറ്റ് ടു എമൗണ്ട് ഓഫ് ഷെയിം വൈൽ അണ്ടർസ്റ്റാൻഡ് വെൻ ദേ ഹാവ് കമ്മിറ്റഡ് സോഷ്യൽ ഓർ മോറൽ എറർ ബട്ട് വി ഡു നോട്ട് ഫിയർ നോട്ട് റിസ്ക് ദം. അതായത് മറ്റുള്ളൊരു സമൂഹത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാവണം അയാൾ ചെയ്തത് തെറ്റാണ്. അതൊരു നാണക്കേട് ഉണ്ടാവില്ലേ, അതുണ്ടാവണം എന്നാണ് പറയുന്നത്. പക്ഷേ വുഡ് നോട്ട് ബി ഫിയർ നോട്ട് ടു ബി റിസ്ക്. അല്ലെങ്കിൽ അയാൾക്ക് തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾ പേടിക്കേണ്ട, പക്ഷേ
മറ്റു സമൂഹത്തിന് ഒരു നാണക്കേട് ഉണ്ടാവും എന്ന് തോന്നണത് ഉണ്ടാവും. അതാണ് എന്തെന്നാണ് ഷെയിം കൊണ്ട് ഇതിന്. ജസ്റ്റിസ് എന്ന് പറയുന്നത് വിർച്വൽ ഡീലിംഗ് വിത്ത് ഫെയർ വിത്ത് ഇറ്റ് ബിറ്റ്വീൻ സെൽഫിഷ്നെസ് ആൻഡ് സെൽഫിഷ്നെസ്സസ്. അതായത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, സെൽഫിഷ് ആവണതിൻ്റെ നടുക്കിലാണ് വിർച്വൽ എന്നാണത്. The virtue can also applied in different situations, has all character decided various forms it can be taken. അപ്പോൾ ജസ്റ്റിസിൻ്റെ എന്താ പറയുക, നമ്മൾക്ക് സ്വന്തം കാര്യം സെൽഫിഷായിട്ടുള്ള മൈൻഡിൻ്റെ നടുക്കിലാണ് നമ്മുടെ വിർച്വു ഉണ്ടാവുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് നമ്മുടെ വിർച്വൽ എത്തിക്സിന് 3 ഉണ്ട്. യുഡാനിമിസം, എത്തിക് ഓഫ് കെയർ, ഏജൻറ്റ് ബേസ്ഡ് തിയറി. അങ്ങനെ 3 സെൻട്രൽ കൺസെപ്റ്റ്സ് ഉണ്ട്, 3 കൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ യുഡാനിമിസം എന്ന് പറഞ്ഞാൽ യുഡാനിമിസം ഇസ് എ മോറൽ ഫിലോസഫി ദാറ്റ് ഡിഫൈൻ റൈറ്റ് ആക്ഷൻ ദാറ്റ് വിച്ച് ലീഡ്സ് ടു വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽ ദസ് ഹോൾഡിംഗ് വെൽബീയിങ് ഹാവിങ് എസെൻഷ്യൽ വാല്യൂ. അതായത് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പറയുന്നതാണ് എന്ത് യുഡാനിസം എന്ന് പറയുന്നത്. യുഡാമോണിയ എന്ന് പറയുന്ന ലിറ്റററി മീൻസ് എന്നാണ് ഗുഡ് ഗാർഡിയൻ സ്പിരിറ്റ്. എന്ന് വെച്ചാൽ ഗിവ് ഹാപ്പിനെസ്, അതായത് ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു ബീങ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് യുഡാനിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോരോ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല രീതിയിലേക്ക് അവർ നല്ല കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് യുഡാനിസം എന്ന് പറയുന്നത്. എത്തിക് ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവരെ കെയർ ചെയ്യുക, മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത്, അതാണ് എന്തെന്നാണ് എത്തിക്സ് ഓഫ് കെയർ. എത്തിക്സ് ബേസിക്കലി ഡിഫൈൻ ചെയ്ത റൈറ്റ് തിങ് ഈസ് ടു ബി കെയർ അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, അവരുടെ കൂടുതൽ കെയർ ചെയ്യുക, അതിനെ പറയുന്നതാണ് എന്തെന്ന് എത്തിക്സ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അവരെ വയസ്സായവരെ നമ്മൾ കെയർ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ നമ്മൾ കെയർ ചെയ്യുക, അതൊക്കെ ഒരു മോറൽ വാല്യൂ ആണ്, വയസ്സായവരൊക്കെ കെയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കൺസെപ്റ്റാണ്. ഏജ് ബേസ്ഡ് തിയറി എന്നാണ് അബൌട്ട് വിർച്വൽ ബേസ്ഡ് ഇൻറ്റ്യൂഷൻ ദാറ്റ് യൂസ് കോമൺ സെൻസ്. ബുദ്ധി ഉപയോഗിക്കുക, സൽഗുണങ്ങളും ബുദ്ധിയും കാര്യങ്ങളും ഉപയോഗിക്കുക, കോമൺ സെൻസ് കാര്യങ്ങൾ മെയിൻലി യൂസ് ചെയ്യുക. ഇൻ ദിസ് കൺസെപ്റ്റ് ക്യാരക്ടർ ട്രേറ്റ്സ് ആർ കൈൻഡ്നസ്, സിമ്പതി ആൻഡ് ബെനോവലൻസ്. ഏജൻറ്റ് ബേസ്ഡ് തിയറി എന്ന് പറയുന്നത് എന്നാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്, അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ദയ, അതുപോലെ സഹതാപം, അതൊക്കെയാണ് എന്തെന്നാണ് ഏജൻറ്റ് ബേസ്ഡ് തിയറിയുടെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കൺസെപ്റ്റ് യുഡാനിസം, എത്തിക് ഓഫ് കെയർ, ഏജൻറ്റ് ബേസ്ഡ് തിയറി എന്നാണത്. നെക്സ്റ്റ് കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്, അതായത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് സ്ട്രെങ്ത്. ഫസ്റ്റ് വേണം ക്യാരക്ടർ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് വിർച്വൽ എത്തിക്സ് ഡീൽ ചെയ്യുന്നത് പേഴ്സൺസ് വിർച്വൽ ഹൗ ഹി ഓർ ഷീ യൂസ് ദം ഇൻ മേക്കിംഗ് ലൈഫ് ഓഫ് പീപ്പിൾ ബെറ്റർ ദാൻ അതേഴ്സ്. നമ്മുടെ ജീവൻ കൊണ്ട് നമ്മുടെ ക്യാരക്ടർ നല്ല രീതിയിലായത് മറ്റുള്ളവർക്ക് എങ്ങനെ അത് ഉപകാരപ്പെടുത്തും എന്ന് പറയുന്നതാണ് ക്യാരക്ടർ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇഫ് പേഴ്സൺ ഹാവ് വിർച്വൽ ഹി ഹവ് ക്യാൻ മോറലി വിൽ ഏബിൾ ടു ട്രീറ്റ് അതേഴ്സ് വിത്ത് റെസ്പെക്ട്, കമ്പാഷൻ ആൻഡ് മറ്റുള്ളവരെ ബഹുമാനിച്ചിട്ടും ലവ് കെയറും അതുപോലെ സ്നേഹിച്ചിട്ടും പരസ്പരം ഒന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടും ഒക്കെയാണ് എന്തെന്നാണ് അതാണ് ക്യാരക്ടർ ട്രേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രൊമോട്ട് പേഴ്സൺ ടു ഡു തിങ്സ് ടു അതേഴ്സ് ബിക്കോസ് ദേ ആർ ഇൻബോൺ ടു ഹിം ഓർ ഓപ്പോസിറ്റ് തിയറി ഓഫ് ക്യാൻ ആൻഡ് വേർ പീപ്പിൾ ആർ ഫോഴ്സ് ടു ഗുഡ് ഡീഡ്സ് ആൻഡ് ഓഫ് ഔട്ട് ഡ്യൂട്ടി. അതായത് മറ്റുള്ളവരോട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവരെ സഹായിച്ചിട്ടും അവരെ എന്താ പറയുക അവരെ നശിപ്പിക്കാണ്ടിരുന്നിട്ടും നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം, അതാണ് എന്തെന്നാണ് ക്യാരക്ടർ ട്രേറ്റ്സ് കൊണ്ട് എന്താണ് ബെറ്റർ പീപ്പിൾ ആവണം. വിർച്വസ് ഹോണസ്റ്റി, കമ്പാഷൻ, ഫ്രണ്ട് ലൈൻസ് ആൻഡ് ലൈക്ക് ആർ ഓൾറെഡി പ്രസൻറ്റ് പീപ്പിൾ ആൻഡ് ഷുഡ് ടു പ്രാക്ടീസ് ഇറ്റ് ഇൻ എവറി ഡേ. അതായത് നമ്മൾ ബെറ്റർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സത്യസന്ധത പുലർത്തുക, അതുപോലെ നീതിയോട് കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാരുണ്യം ഒക്കെ നടുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അത് എന്നും റിപ്പീറ്റായിട്ട് ചെയ്യുകയാണ് നമ്മുടെ ലൈഫിൽ. എന്നും എന്താ പറയുക നമ്മളെപ്പോഴും ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ പോസിബിൾ പീപ്പിൾ ടു ബെറ്റർ ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് ഹു ആർ വില്ലിംഗ് ടു ഡു ഹെൽപ്പ് ടു അതർ പീപ്പിൾ തിങ്കിങ് അതർ ഫസ്റ്റ് ഓവർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. നമ്മുടെ ആദ്യം മറ്റുള്ളവരുടെ അവരുടെ സന്തോഷത്തിന് വേണ്ടി മാക്സിമം ഇറങ്ങുക. അങ്ങനെ ആകുമ്പോൾ വിച്ച് പീപ്പിൾ ബിക്കം ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ ഒരു നല്ലൊരു മനുഷ്യനായി മാറാൻ ചാൻസ് ചെയ്യുന്നു. ബോർഡ് ആൻഡ് ഹോൾസിറ്റി
സമഗ്രമായ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് സമഗ്രം. ഹാവിങ് നോ പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെർച്വൽ എത്തിക്സ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് വെർച്വൽ ഇമ്പോർട്ടൻറ്റ് ലിവിങ് ഹാർമണി വിത്ത് അതർ പേഴ്സൺ. അതായത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഒന്നുമല്ല, അത് വെർച്വൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർവ്വവ്യാപകമായിട്ട് തന്നെയാണ് ഉള്ളത് പീപ്പിളിൽ. അതായത് ഇന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഒന്നും ഇതിൽ ഫോളോ ചെയ്യണം. ഇറ്റ് ഡസ് നോട്ട് അറ്റംപ്റ്റ് ഓസൺ ദ കമ്പോസിറ്റ് ഓഫ് തിങ് കാറ്റഗറി വിച്ച് ആർ മോറൽ ആക്ട്സ് ഓർ നോട്ട്. Virtue ethics holistic approach consider totality of person including skill, character traits and emotions. അത് ഓരോ വ്യക്തിയുടെ കഴിവുകൾ അത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യിപ്പിക്കുക. അതേപോലെ ക്യാരക്ടർ ട്രേറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതാണ് പോൾ ആൻഡ് ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. ഏജന്റ് സെൻറ്റേർഡ് എന്നാണത്. അത് പവർഫുൾ ആട്രിബ്യൂട്ട് ഓഫ് വെർച്യു എത്തിക്സ് ഈസ് ടു സെൻറ്ററൈസ്ഡ് ഓർ ഫോക്കസ് ഓഫ് ക്യാരക്ടർ ദ മോറൽ ഏജന്റ് നോട്ട് കൺസേൺ ഓൺ കോൺസിക്വൻറ്റ് ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻസ്. Flexible sense individual decide depending on Sahramar justify simply following the law. അതായത് അവരവർ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ മെയിനായിട്ട് നോക്കുന്നത്. ആ വ്യക്തികളുടെ കോൺസിക്വേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി, അവരുടെ ഒബ്ലിഗേഷൻ, അതുപോലെ ഓരോ വ്യക്തി ഡിപ്പെൻഡ് ചെയ്യണത് ഓരോ മോറൽ വാല്യൂസിനെ ആയിരിക്കും ഓരോ വ്യക്തികളും ഡിപ്പെൻഡ് ചെയ്യണത്. സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് motivate individual to have high regard to personal and encourage or motivate person to do sensitive others and take care of other people. അതായത് നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ട് അവരെ നമ്മളെ എൻകറേജ് ചെയ്യുക, അതേപോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, മറ്റുള്ളവരോട് നന്നായി പെരുമാറുമ്പോൾ. നമ്മളൊക്കെ ചെറിയ കുട്ടികൾ സാധനം കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് എന്താ പറയുക, എൻകറേജ് ചെയ്യല്ലേ, ഞാൻ ചെയ്ത നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവരെ എൻകറേജ് ചെയ്യുക. അതേപോലെ തന്നെ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഓരോ പേഴ്സൺസിനെ, ഓരോ വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അതുപോലെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആവുന്നു. പ്രിസർവേഷൻ ഓഫ് ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നമ്മുടെ പവർ, അതുപോലെ നമ്മളെ എന്താ പറയുക ലക്ഷറി ആക്കുക, നമ്മുടെ വാല്യൂ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു ഡ്രീമൊക്കെ നന്നായി നല്ല പണക്കാരാവുക, അങ്ങനത്തെ ഒക്കെ ഒരു ഡ്രീം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്യണു. പിന്നെ morality is work as an motivate us to work on a morality. Like theory simply state that what do when it is ethical delay. അതായത് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ള മൊറാലിറ്റി, അതായത് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ മൊറാലിറ്റി നല്ല വാല്യൂസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ദ സെൻറ്റർ എത്തിക്സ് ഓൺ പേഴ്സൺ ആൻഡ് വാട്ട് മീൻസ് ടു ബി ഹ്യൂമൻ. എന്താണ് ഹ്യൂമൻ ക്യാരക്ടർ എന്ന് മറ്റുള്ളവരോട് പറയുക, അതാണ് എന്തെന്നാണ്. പിന്നെ അതുപോലെ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പേഴ്സൺസ് ലൈഫ്. ഈ വിർച്യു എന്ന് പറഞ്ഞ കാര്യം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് എന്തെന്നാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് പോലെ തന്നെ അതിന് കുറച്ച് വീക്ക്നെസ്സുകളും കാര്യങ്ങളുണ്ട്, അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. വിത്തൗട്ട് ഫോക്കസസ് എല്ലാ മേഖലകളിലും ഇത് ഫോക്കസ് ചെയ്യണില്ല. വളരെ കുറച്ച് രീതിയിൽ മാത്രമാണ്, കുറച്ച് കാര്യത്തിന് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യണുള്ളത്. ക്രിറ്റിക്സ് ഓഫ് വിർച്വൽ എത്തിക്സ് സേ ദാറ്റ് this theory lack focus when it comes to determine the types of action that are morally acceptable and permitted from ones it should be avoided. അവർ ക്യാരക്ടറിൻ്റെ കാര്യത്തിനൊന്നും ഫോക്കസ് ചെയ്യണില്ല. Instead to consider more the qualities and individually enhance and improve the order to become a good person. ഓരോ വ്യക്തികളുടെ കാര്യത്തിന് അല്ലെങ്കിൽ സൊസൈറ്റി സമൂഹത്തിൻ്റെ കാര്യത്തിലൊന്നുമല്ല, ഓരോ വ്യക്തികളുടെ കാര്യം മാത്രമാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യണത്. അടുത്തത് നേച്ചർ ഓഫ് വിർച്യു എന്ന് പറഞ്ഞത്. Another weakness at virtue is difficult to determine nature of virtue. The different opinion and perspective of people who are inherently different from each and other and can devise ഡിവേഴ്സ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. പല കൾച്ചറിൽ നിന്നും പല സൊസൈറ്റിയിൽ നിന്നും വരുന്ന വ്യക്തികളാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പല അഭിപ്രായങ്ങൾ തന്നെ ഉണ്ടാവും, പല രീതിക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതൊരു വീക്ക് പോയിൻ്റാണ്. ദിസ് ലീഡ് ടു ഡിഫറൻസ് ഓൺ വാട്ട് മൊറാലിറ്റി റൈറ്റ് ഓർ റോങ് ഫോർ പീപ്പിൾ. അതുകൊണ്ട് എന്താണോ ശരി എന്താണോ തെറ്റ് എന്ന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഓരോ കൾച്ചറുകളും വ്യത്യാസമാണ് അല്ലേ, സൊസൈറ്റിയിൽ കൾച്ചറും അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. സെൽഫ് സെൻറ്റർഡൻസ് എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് ഓഫ് വിർച്വൽ എത്തിക്സ്. ഡീൽ വിത്ത് എ പേഴ്സൺ ഹു ഓൺ ക്യാരക്ടർ ഇറ്റ് സപ്പോസ് ടു ഹൗ ടു ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ എഫക്ട് ദ അതേഴ്സ്. അതർ തിയറി എത്തിക്സ് എക്സ്പെക്ട് എ പേഴ്സൺ ടു തിങ്ക് ഓർ റിഗാർഡ്
അതർ പീപ്പിൾ ഇൻസ്റ്റൻറ്റ് ഓഫ് പേഴ്സണൽ ഗെയിൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഇതിൽ മെയിൻലി പേഴ്സണൽ ഗെയിൻ, ഒരു പേഴ്സണിൻ്റെ ക്യാരക്ടർ മാത്രമാണ് ആ വ്യക്തി എത്രത്തോളം എന്താ പറയുക മറ്റുള്ളവരോട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതാണ് സെൽഫ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഒറ്റ കാര്യം മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. മിസ്ഗൈഡൻസ് എന്ന് പറഞ്ഞത് വിർച്വു ഫൈൻഡ് ദ തിയറി ടു ബി മിസ്ഗൈഡിങ് വിത്ത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ മോഡൽ. ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരാളിനെ മിസ്ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക മാത്രമല്ല, അവരെ മാത്രമാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുള്ളൂ, അല്ലെങ്കിൽ അവരെ മാത്രമാണ് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടുള്ളൂ. അപ്പോൾ ദിസ് ബിക്കോസ് ലീഡ് പീപ്പിൾ ടു റിലേ ലക്ക് വെൻ ഇറ്റ് കം അറ്റൈനിങ് മോർ മെച്യൂരിറ്റി. അതുപോലെ തന്നെ also this can people asking why others are luckier to have achieved moral maturity while they are more not lucky enough, but not more about their own doings. മറ്റുള്ളവരെ മാത്രം അവർക്ക് മാത്രമാണ് കൂടുതലും ഫോക്കസ് ചെയ്യണം, അവരുടെ ക്യാരക്ടറും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ മോട്ടിവേറ്റ് ചെയ്യണം, ഒരു വ്യക്തിക്ക് മാത്രമാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്. ലിമിറ്റഡ് എന്ന് പറഞ്ഞത് ഇത് കോൺസെൻട്രേറ്റ് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് ഓൾ കാര്യങ്ങളും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, കുറച്ച് ലിമിറ്റഡ് ഏരിയാസിൽ, അല്ലെങ്കിൽ ഇറ്റ് ഏബിൾ ടു ഹെൽപ്പ് ദ പോപ്പുലേഷൻ ബട്ട് ഓൺലി ഇൻഡിവിജ്വൽസ്. എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് അവർ, കുറച്ച് പീപ്പിൾസിന് മാത്രമേ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോ സിംഗിൾ ആൻഡ് ഡിഫറെൻറ്റ് ആൻസർ ടു വാട്ട് ഈസ് വിർച്യൂസ് ആർ. അതുപോലെ വിർച്യൂസ് എന്താണെന്നുള്ള കറക്റ്റായിട്ടുള്ള പ്രശ്നമോ ആൻസറോ ചെയ്യാൻ പറ്റാത്തതാണ്. ഇതൊക്കെയാണ് എന്തെന്നാണ് ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ വിർച്യൂവിൻ്റെ വീക്ക്നെസ്സുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.